പി.വി. അൻവർ പുലർത്തുന്ന അമിതമായൊരു ആത്മവിശ്വാസമാണ്. അദ്ദേഹം ഇന്നും പറയുന്നത് എന്താണ്, ഞാൻ നടന്ന് പോയി സത്യപ്രതിജ്ഞയ്ക്ക് ആയിരക്കണക്കിന് പേരുടെ കൂടെ പോയി നടന്ന് സത്യപ്രതിജ്ഞ താൻ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ആ ഉറച്ച വിശ്വാസം എത്രമാത്രം വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് എത്ര വോട്ട് പിടിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ ഏത് മുന്നണിയെ സംബന്ധിച്ചാണ് അദ്ദേഹം ഒരു പരമാവധി അദ്ദേഹത്തിന് പിടിക്കാൻ കഴിയുക ഒരു 15,000 വോട്ടായിരിക്കും എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹം ജയിക്കുന്നതാണ് എങ്കിൽ പോലും അദ്ദേഹം 15,000 വോട്ട് പിടിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ ആ മണ്ഡലത്തിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ സക്സസ്ഫുൾ ആണ്, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ തന്നെ സക്സസ്ഫുൾ ആണെന്ന് പറയാം. ഈ 15,000 വോട്ട് അദ്ദേഹം പിടിക്കുകയാണെങ്കിൽ അത് ആർക്കായിരിക്കും ഗുരുതരമായി ബാധിക്കുക എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയുന്നുള്ളൊരു ഉറപ്പാണ്. പിന്നെ ഈ ഉറച്ച ഒരു UDF മണ്ഡലമാണോ ഈ നിലമ്പൂർ എന്നുള്ള കാര്യത്തിലും ഒരു അവ്യക്തതയുണ്ട്. ഉറച്ച UDF മണ്ഡലമാണെങ്കിൽ അൻവർ ഇപ്പോൾ 15,000 വോട്ട് പിടിച്ചാലും ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും. പക്ഷേ അതൊരു ഉറച്ച UDF മണ്ഡലമാണെന്ന് ചോദിച്ചാൽ അൻവർ 2 തവണ ജയിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ അത് ഈ പിടിക്കുന്ന 15,000 വോട്ട് എക്സ്ട്രാ കൂട്ടിക്കൊണ്ടാണോ അദ്ദേഹം ജയിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. എങ്കിൽ അദ്ദേഹം പിടിക്കുന്ന ആരുടെ വോട്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇനി അതല്ല, UDFലെ മുസ്ലിം ലീഗുകാരുടെ വോട്ട് കൊണ്ടാണോ അൻവർ ജയിച്ചതെന്ന ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇതിനെല്ലാം ഉത്തരം വോട്ടെണ്ണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എന്തായാലും അൻവർ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് നിലവിലെ കണക്കുകൾ പ്രകാരം, ഞാനിപ്പോൾ ആ മണ്ഡലത്തിൽ കുറച്ച് പ്രാവശ്യം പോയ പ്രകാരം അൻവർ ജയിക്കാൻ ആവശ്യമായ വോട്ട് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ അദ്ദേഹം നല്ല ഗണ്യമായ വോട്ട് പിടിക്കും. അത്ര ശക്തമായ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രചാരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് വോട്ട് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അദ്ദേഹം പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ലഭിച്ചേക്കാം. പക്ഷേ അത് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ ആവശ്യമായ വോട്ടായി മാറുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിന് കാരണം കേരളത്തിൽ ഒരിടത്തും അത്തരം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ല. അങ്ങനൊരു വോട്ട് സ്വിങ് അങ്ങനെ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. നമ്മളൊരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണ്, കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിലും വെച്ചിട്ടാണ് പറയുന്നത്. ഇനി അത്ഭുതം സംഭവിക്കില്ല എന്നൊന്നുമില്ല. പക്ഷേ പൊതുവെ അദ്ദേഹത്തിന് ജയിക്കാനുള്ള വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അദ്ദേഹം നല്ല ഒരു വോട്ട് നേടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വോട്ട് നേടിയാൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്ക് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിലപേശ ശേഷി കൂടുക തന്നെ ചെയ്യും. അത് UDFലാണെങ്കിലും എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് അത്ര വോട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കിപ്പോൾ ഇതുവരെയുള്ള പോളിംഗ് ട്രെൻഡ് വച്ചും അതുപോലെ പൊതുവെ ഒരു വിലയിരുത്തൽ പ്രകാരവും ഞാൻ മനസ്സിലാക്കുന്നത് ആര് ജയിച്ചാലും 5,000-ൽ താഴെ ഭൂരിപക്ഷത്തിന് ജയിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.